ശ്രീകോവിലിന്റെ കഴുക്കോലിനടിക്കാനുള്ള എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടുപണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് ശേഷം നശിച്ചു പോയതിനു ശേഷം ആ ദേശത്തെ നാട്ടുകാർ ചേർന്ന് സ്വന്തം ജോലി എടുത്ത് നന്നാക്കി പുനരുദ്ധീകരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ വിശേഷമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ഷൊർണൂരടുത്ത് കൂനത്തറയിലുള്ള കൊണ്ടിത്ര ശ്രീ അന്തിമഹാകാളൻ കാവിലാണ്. കൂനത്തറ കൊണ്ടിത്ര ശ്രീ അന്തിമഹാകാളൻ മഹാകാളൻ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഇപ്പോൾ ഞങ്ങളൊക്കെ നിന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് കുറെ കാലങ്ങളായി കഴിഞ്ഞിട്ട് ഈ അമ്പലം പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കവളപ്പാറ രാജകുടുംബത്തിലെ രാജാവ് നിരന്തരം പോയി പ്രാർത്ഥിച്ചിരുന്ന കൊടപ്പുള്ളി അടുത്തുള്ള അന്തിമഹാകാളൻ കാവ്, ആ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം തന്റെ ആരാധനാമൂർത്തിയെ കൊട്ടാരത്തിനടുത്തുള്ള ഇവിടെ കൂനത്തറയ്ക്കടുത്തുള്ള ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്നാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രം കൊണ്ടിത്ര ശ്രീ അന്തിമഹാകാളൻ കാവ് ക്ഷേത്രമായിട്ട് മാറിയിട്ടുള്ളത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ്. വർഷങ്ങളുടെ കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയൊരു ക്ഷേത്രമാണ്. ഇന്ന് ഇവിടുത്തെ ഭക്തജനങ്ങളും നാട്ടുകാരും ചേർന്ന് ഈ ക്ഷേത്രം പുനരുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 മെയ് 4 മുതൽ 9 വരെയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ. ഒരു ദേശത്തിന്റെ മുഴുവൻ ചൈതന്യമായി മാറാൻ സാധിക്കുന്ന നാട്ടുകാരുടെ ശ്രമഫലമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിലേക്ക് നിങ്ങളാലാവുന്ന സംഭാവനകൾ നിങ്ങൾക്ക് സംഭാവന ചെയ്യാവുന്നതാണ്.